നമസ്കാരം. ഉഷാസ് കുക്ക് വേൾഡ് എന്നെൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കഴുകി വൃത്തിയാക്കി 1/2 കിലോ ബീഫ് ഒരു പാത്രത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു പുലർത്തിറച്ചി തയ്യാറാക്കി നോക്കാം. ഏഴെട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിന് താഴെ ഉപ്പും 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ല സോഫ്റ്റായി ഇരിക്കാനും വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് 7 വിസിൽ വരുന്നിടം വരെ നമുക്ക് ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലെ പ്രഷർ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഇറച്ചിയിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇറച്ചി നമുക്ക് ഉലർത്തിയെടുക്കാം. അതിനായി ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഈ ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണയും 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുഴുവൻ മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം കറുവപ്പട്ട, 2 കഷ്ണം തക്കോലം, ഒരു ബേ ലീഫ് ഇവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നീളത്തിലരിഞ്ഞ 1/2 സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ നിറം ഒന്ന് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് 3 മീഡിയം സൈസ് സവോള നീളത്തിലരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. മസാല ഇറച്ചിയിൽ നല്ലതുപോലെ പിടിച്ചു വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇറച്ചി നല്ലതുപോലെ മസാല പിടിച്ചു കിട്ടിയിട്ടുണ്ട്. മസാല പിടിച്ച് ഇറച്ചിയുടെ നിറം ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ അല്പം കുറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു.
ഉപ്പ് എരിവെല്ലാം പാകത്തിനാണ്. ഉലർത്തിറച്ചി പാകമായോ എന്ന് നോക്കാം. അല്പം എണ്ണയുടെ കുറവ് തോന്നുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണേലും മതി. നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉലർത്തിറച്ചിയുടെ സ്വാദ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ കൊതിപ്പിക്കുന്ന ഒരു മണം വരും. നമുക്കിത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഉലർത്തിറച്ചി ഇവിടെ തയ്യാറായിട്ടുണ്ട്.